മലപ്പുറം പൊന്നാനിയിൽ നിന്ന് 3 കുട്ടികളെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. പൊന്നാനി സിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. കുട്ടികളുടെ കൈവശം പണമോ മൊബൈലോ ഇല്ലെന്നും പൊന്നാനി അല്ലാതെ മറ്റെവിടെയും പോയി പരിചയമില്ലെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ മോനും പറഞ്ഞിട്ടില്ലേ, കുഞ്ഞുമോനും പറഞ്ഞില്ലേ, സാനിഫിന് നമ്മളായിട്ട് അത്ര ടച്ചില്ലാത്തതിൻ്റെ പേരിൽ അവർ പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതാണ് ഇവിടുന്ന് പോയത്. ഒന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എവിടെ പോയെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. കാരണം അവർ നമ്മളോട് വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ടൂറ് പോവുകയാണ്. അതിൽ അത് ഓരോ സ്നേഹിതന്മാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. അവൻ ബാംഗ്ലൂർ പോകും, കുറ്റപ്പുറം പോകും, ഏറുവാടിയിൽ പോകും, അവിടെ പോകും, ഗോവയിൽ പോകും. അപ്പോൾ ഈ 3 ചെറിയ 14 വയസ്സുള്ള 3 ചെക്കന്മാർ ഈ ലോകത്ത് എവിടെയൊക്കെ പോകും? 10 പൈസ കയ്യില്ലാതെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലും പോക്കറ്റ് വെക്കാതെ വരെ എവിടെ പോകും? ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം മുണ്ടിട്ടില്ല. അവൻ പോകുന്നത് നമ്മൾ അറിയില്ല. അവനിങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ബാപ്പാനായിട്ടുമായിട്ട് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ദർശി പോകാൻ പറഞ്ഞാൽ പോകില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ലേ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അവന് പെട്ടെന്ന് പോയതാണ് കാണുന്നത്. അല്ലാതെ വേറെ നമ്മളിവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നും എഴുതിച്ചിട്ടില്ല. ഒന്നും മൊബൈലൊന്നുമില്ല, പൈസ ഉള്ളതൊന്നും അറിയില്ല. പൈസ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. 20 ഉറുപ്പിക ഇവിടെ നിർത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. 20 ഉറുപ്പിക കൊണ്ടുപോയി, വേറെ പൈസ ഒന്നും കൊണ്ടുപോയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് 3 കുട്ടികളെയും കാണാതായത്. CV അനുമോദ് വീണ്ടും ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. അനുമോദ്, പൊന്നാനിക്കപ്പുറം പുറത്തുപോയി മറ്റ് പരിചയമില്ലാത്ത കുട്ടികൾ, പണമോ മൊബൈലോ കൈവശമില്ല, അവരെവിടെ പോകാനാണ് സാധ്യത? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, പൊന്നാനിയിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ 3 കുട്ടികൾ അവരെ കാണാതായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ 3 കുട്ടികളുടെ വീടുകളിലും പോയിരുന്നു, അവരുടെ രക്ഷിതാക്കളുമായി സംസാരിച്ചിരുന്നു. ഈ കുട്ടികൾക്ക് മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഈ പൊന്നാനിക്ക് പുറത്തില്ല. കുട്ടികൾ പഠിക്കുന്ന സ്ഥലവും പൊന്നാനിയും മാത്രമാണ് അവർ പോയിട്ടുള്ളത്. കൈവശം മൊബൈൽ ഫോണില്ല, കൈവശം പണമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അവർക്ക് ആകെ ഉള്ള ഒരു പ്രശ്നം, ഈ കുട്ടികളിൽ ഒരാൾ മതപഠന കേന്ദ്രത്തിൽ ചേർത്ത വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ ആ കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച ഈ കുട്ടിയെ അവിടെ കൊണ്ടുപോകുമെന്ന് വീട്ടുകാർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഇവിടെ നിന്നും ഇവർ പോവുകയാണ് ചെയ്തത് എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ കുട്ടിക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞപ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ അവർ ഒരുപക്ഷെ ഇവിടെ നിന്ന് പോയതായിരിക്കാം എന്നതാണ് കണക്കാക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും വലിയ ആശങ്കയിലാണ് കുടുംബമുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഇവരുടെ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ്. നിലവിൽ പൊന്നാനിക്ക് സമീപത്തുള്ള തിരൂര്, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് CCTVകളുടെ ക്യാമറകളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചൊക്കെയാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ബംഗളൂരുവിലേക്ക് പോകും എന്ന് കുട്ടികളൊരാൾ വീട്ടിൽ മുമ്പ് പറഞ്ഞു. എന്നെ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് പഠിക്കാൻ നിർബന്ധിച്ചാൽ ഞാൻ ബംഗളൂരുവിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞതായിട്ടുള്ളൊരു വിവരമുണ്ട്. കൂട്ടുകാരും അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ കൈവശം പണമില്ലാതെ, ഒരു പരിചയവുമില്ലാതെ എങ്ങനെ ഇവർ ബംഗളൂരു വരെ എത്തുമെന്ന ചോദ്യം വീട്ടുകാർ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ സംഭവം നടന്ന കുട്ടികളെ കാണാതായിട്ട് രണ്ടാം ദിവസമാവുകയാണ്. അപ്പോൾ ഇത്രയും സമയം അവരെ ട്രേസ് ചെയ്യാൻ പോലീസിന് സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ചെയ്യുന്നത്. പൊന്നാനിയിൽ അന്ന് രാത്രി ഇവർ ബാഗുമായി നിൽക്കുന്നത് കണ്ടവരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് ആ മേഖലയിലുള്ള CCTV ക്യാമറകൾ, അവർ പോയെന്ന് കരുതുന്ന ബസ് കണ്ടെത്താൻ ശ്രമം നടക്കുന്നു. അവർ അടുത്ത് പോയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു. അത്തരത്തിൽ അവരെ കണ്ടെത്താനുള്ള വഴികളിലൂടെ പോലീസും സഞ്ചരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ മാസമാണ് 2 പെൺകുട്ടികൾ താനൂരിൽ നിന്ന് മഹാരാഷ്ട്ര ബോംബെയിലേക്ക് പോയതിൻ്റെ ഒരു കോലാഹലം കണ്ടതാണ്. എത്രമാത്രം ആശങ്ക ആ വീട്ടുകാർക്കൊക്കെ നൽകിയിരുന്നു എന്നത് കണ്ടതാണ്. അപ്പോൾ കുട്ടികളിങ്ങനെ പറയാതെ പോകുന്നതും വീട്ടുകാരുടെ ആശങ്കയോ വേദനയോ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ വളരെ ലാഘവ ബുദ്ധിയോടെ കണ്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ സമീപകാലത്ത് കൂടിക്കൂടി വരുന്നുണ്ട് നമ്മുടെ ചുറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരുപക്ഷെ മുമ്പും ഇതുപോലെ കുട്ടികൾ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ കൈവശം പണമോ മൊബൈൽ ഫോണോ ഒന്നുമില്ലാതെ അതീവ തീർച്ചയായും അത് തന്നെയാണ് അനുമോദ് സൂചിപ്പിച്ചതുപോലെ. മുൻപ് ഇതുപോലെ വീട്ടിൽ നിന്നും കുട്ടികൾ പിണങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് നിന്ന് 1 മാസം മുൻപ് ഒരു പെൺകുട്ടി കൂട്ടുകാരിക്കൊപ്പമാണ് പോയത്. ഇവിടെ 3 കുട്ടികൾ ഒന്നിച്ചാണ് നാടുവിട്ടത്.
കാരണം ഒരുപക്ഷെ ഒരു കുട്ടിക്ക് മാത്രമായിരിക്കാം, ഒരു കുട്ടിയുടെ വീട്ടിൽ മാത്രമായിരിക്കാം പ്രശ്നമുള്ളത്. മറ്റു കൂട്ടുകാരെയും കൂട്ടി ഇവർ പോകുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇവർ പോകാനുള്ള മറ്റ് ഇടങ്ങൾ ഇവർ പരിശോധിച്ചിരുന്നോ? കാരണം ഈ സംഭവം നടന്നു, ഈ കുട്ടികളെ കാണാതായി ഇപ്പോൾ 2 ദിവസം പിന്നിടുകയാണ്. ഈ ബന്ധുക്കളുടെ വീടുകളിലോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് മറ്റു പോകാനുള്ള സാധ്യതകളൊക്കെ, സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? ഈ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണോ പോലീസും ബന്ധുക്കളും ഒക്കെ കാണുന്നതും? ഈ കുട്ടികൾ 3 കുട്ടികളും 3 പഠിക്കുന്നത്. ഒരാൾ പട്ടാമ്പിയിലും മറ്റൊരാൾ പൊന്നാനിയിലും മറ്റൊരാൾ പൊന്നാനിക്ക് സമീപമുള്ള മറ്റൊരു സ്കൂളിലുമാണ്. അപ്പോൾ 3 പേരും ഒരുമിച്ച് പരിചയപ്പെടുന്നത് ഈ മീൻതെരുവിൽ വെച്ചാണ്. 2 കുട്ടികളുടെ വീട് ഒരു മതിൽക്കെട്ടിന് അപ്പുറവും ഇപ്പുറവുമാണ്. മറ്റൊരു കുട്ടിയുടെ അമ്മയുടെ വീട് ഈ മീൻതെരുവിലാണ്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം വരുന്നത്. ഇവരെ തമ്മിൽ ഇവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ വേറെ ഇടങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത. ഇപ്പോൾ 3 പേരും മറ്റേതെങ്കിലും സ്ഥലത്താണ് പഠിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ആ മേഖല കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം. പക്ഷേ ഇവർ 3 പേരെയും കോർത്തു നിൽക്കുന്നത് ഈ പൊന്നാനി മീൻതെരുവ് മാത്രമാണ്. അപ്പോൾ ബന്ധുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ അന്വേഷണം പ്രാഥമികമായിട്ട് നടന്നിട്ടുണ്ട്. അവിടെ നിന്നും കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഇതിൽ പോലീസിന് ഈ കുട്ടികളിൽ ഒരാൾ, അതായത് കുട്ടികളുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞത് ഇവർ ബാംഗ്ലൂരിൽ പോകുന്നു പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള ഒരു മറുപടി. അതേപോലെ വീട്ടിലെ ഉമ്മുമ്മയോട് എനിക്ക് താല്പര്യമില്ലാത്ത പഠനത്തിന് എന്നെ നിർബന്ധിച്ചാൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു കുട്ടി പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ, ഇങ്ങനെയുള്ള അവ്യക്തമായിട്ടുള്ള ചില സൂചനകൾ മാത്രമാണ്, മൊഴികൾ മാത്രമാണ് പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത്. ഇത് ഈ പൊന്നാനി കേന്ദ്രീകരിച്ച്, പൊന്നാനിയുടെ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. 2, പൊന്നാനിയിൽ നിന്നും ഇവർ ദീർഘ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, അത് മുൻനിർത്തി റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇങ്ങനെ 2-3 തലങ്ങളിലായിട്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. താനൂർ ഡിവൈഎസ്പി തീർച്ചയായും അനുമോദിലേക്ക് എത്താം. അതിനു മുൻപ് ഈ കാണാതായ ഷാനിഫിന്റെ പിതാവിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. പൊന്നാനി മീൻ തെരുവിലെ ഉമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ഷാനിഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് പിതാവ് സാദിഖ് ന്യൂസ് 18നോട് പറഞ്ഞത്. വീട്ടിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, പൊന്നാനി വിട്ട് എവിടെയും പോയിട്ടുള്ള പരിചയം മകനില്ലെന്നും കൈവശം പണമോ മൊബൈലോ ഇല്ലെന്നും സാദിഖ് പറയുന്നു. ഞായറാഴ്ച പോയി തിങ്കളാഴ്ച കാലത്ത് അറിഞ്ഞു. ഉമ്മയുടെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് പോയതാ. അവിടുന്ന് അവരെ വീട്ടിൽ നിന്ന് കുട്ടികളായിട്ട് എവിടെ പോയി എന്നുള്ള അറിയില്ല. അതിൽ ആരുടെ കയ്യിലും ഇല്ല. വീട്ടിലൊരു ഫോണുള്ള അതിൻ്റെ കയ്യില്ല. കാശൊന്നും കയ്യിലില്ല, കൊടുക്കലില്ല. ഭയങ്കര കൂട്ടാണ് ഈ 3 പേരും. അവിടെ പോകുമ്പോഴുള്ള ഒരു കൂട്ടന്നെ ഉള്ളു. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ നിന്ന് പോയത്, അവരേറ്റ് പോകാൻ വേണ്ടി. വീട്ടിലെന്തെങ്കിലും പറഞ്ഞു? ഉമ്മാനോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു? അമ്മമാരുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഇവര് എവിടെ പോകാന്ന് എന്തെങ്കിലും കൂട്ടുകാരങ്ങനെ ബാംഗ്ലൂർ പോകണമെന്നുള്ളതാണ് സൂചന കിട്ടിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി എന്നുള്ള ഒരു സൂചന മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും. എവിടേക്കുള്ള ബസ്സാണെങ്കിലും അത് അറിഞ്ഞിട്ടില്ല. അത് സ്റ്റേഷനിൽ പോലീസുകാർ പറഞ്ഞു. 10ാം ക്ലാസ്സിലല്ലേ ഇനി? 10 കഴിഞ്ഞു, 10 പരീക്ഷ കഴിഞ്ഞു. വീട്ടിലൊക്കെ മുമ്പ് എങ്ങനെ പോയിട്ടുണ്ട് എവിടെയെങ്കിലും? എവിടെ പോയില്ല. ഇവിടെ പൊന്നാനി പോയിട്ടില്ല. പൊന്നാനി വിട്ടുപോയിട്ട് ഇല്ല ഇല്ല. പോലീസ് എന്താ പറയുന്നത്? പറ്റുമോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫുള്ള് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഒരു വൈകുന്നേരം ആകുമ്പത്തിനൊക്കെ സൂചന തരാൻ. ഒരു വിഷമത്തിലാണ്. 2 ദിവസമായില്ലേ. വീട്ടുകാരും വലിയ സന്തോഷത്തിലൊന്നും അല്ലല്ലോ. നമ്പർ അറിയാം ആൾക്ക്. അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടോ വിളിക്കണ്ടെന്നുള്ള പേടിച്ചിട്ടൊക്കെ. വേറെ അതൊന്നും ഉണ്ടായില്ല. CV അനുമോദിലേക്ക് വേണ്ട. അനുമോദ്, ഈ പിതാവ്, ഈ കുടുംബം വലിയ വേദനയിലാണ്, വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ചും അനുമോദ് നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ മാസം മുൻപ്, 1 മാസം മുൻപ് മലപ്പുറത്ത് 2 പെൺകുട്ടികൾ കാണാതായപ്പോൾ അവരുടെ കൈവശം ഫോൺ ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോൺ ഒരു ഘട്ടത്തിൽ മുംബൈയിൽ വെച്ച് അത് സ്വിച്ച് ഓൺ ആക്കിയപ്പോഴാണ് അവരിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ ഈ മൊബൈൽ ഫോൺ പോലും കൈവശമില്ലാത്തത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വലിയൊരു വെല്ലുവിളി തന്നെയല്ലേ? മാത്രമല്ല, 3 പേരുടെയും കൈവശം പണമില്ലെങ്കിൽ
അവരെങ്ങനെ ഇനി ട്രെയിനിലാണോ അല്ലെങ്കിൽ മറ്റ് പൊതുഗതാഗത സംവിധാനത്തിൽ എങ്ങനെ യാത്ര ചെയ്യും? അതുതന്നെയാണ് വലിയ ആശങ്ക. മൊബൈൽ ഫോൺ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അവരെ ട്രേസ് ചെയ്യാൻ കുറേ കൂടി വേഗത്തിൽ സാധിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ മൊബൈൽ ഫോൺ ഓൺ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസിനെ അവിടെ എത്താനും അവരെ കണ്ടെത്താനും കഴിയുമായിരുന്നു. നമ്മൾ ആ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് അതീവ ഗുരുതരമാക്കുന്ന ഈ ഒരു സാഹചര്യത്തെ. പിന്നീട് അവർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടേക്ക്, ഈ പൊന്നാനിക്ക് അപ്പുറം വലിയ ലോകപരിചയമൊന്നുമില്ലാതെ ഉള്ള കുട്ടികൾ എവിടേക്ക് പോകുമെന്ന ചോദ്യം, അത് എവിടേക്ക് വേണമെങ്കിലും പോകാം ഒരു പക്ഷേ. പിന്നെ ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഫോട്ടോ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ള പ്രചാരണം നടത്തുക എന്നുള്ളത്. നമ്മളടക്കം പോലീസിനെയും ഈ കുടുംബത്തിനെയും ഒപ്പം നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഗൗരവം അത്തരത്തിലുണ്ട് എന്നതുകൊണ്ടാണ്. കാരണം കൈവശം മൊബൈൽ ഫോണോ ഒരു പണമോ ഇല്ലാതെ ഈ പൊന്നാനിക്ക് പുറത്തൊരു ലോകത്തെക്കുറിച്ചൊരു പരിചയമില്ലാതെ കേവലം 14-15 വയസ്സുള്ള കുട്ടികൾ എവിടേക്കെന്നറിയാതെ പോയിട്ട് 48 മണിക്കൂർ പോകുമ്പോൾ അവരെക്കുറിച്ച് വിവരങ്ങൾ കണ്ടെത്താൻ നമുക്കും അതിൻ്റേതായൊരു ചുമതല നിർവഹിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ എല്ലാം ഇത്രയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് നാട് വിട്ടുപോയി തിരിച്ചു വരുന്നത് പോലെ അല്ല ഇപ്പോഴത്തെ സാഹചര്യമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പലതരത്തിലുള്ള ഈ നേരത്തെ നമ്മൾ കേട്ടതുപോലെയുള്ള ലഹരി ശൃംഖലയുടെ കണ്ണികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിന് വലിയ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ബോധ്യമില്ലാത്ത കുട്ടികളെ ഏതെല്ലാം സാഹചര്യങ്ങൾ, ചതികൾ മുൻപിൽ നേരിടേണ്ടി വരുമെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ വളരെ ഗുരുതരമാണ് ഈ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ. അവരുടെ മാനസികാവസ്ഥ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അധികം വൈകാതെ ഈ കുട്ടികളെ കണ്ടെത്താൻ സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുന്നതാണ് താനൂർ DYSP നമ്മൾ സംസാരിച്ചപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്കും തടസ്സമായിട്ടുള്ളത് മൊബൈൽ ഫോൺ ശൃംഖല അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ കഴിയാത്തത് തന്നെയാണ്. എന്താണെങ്കിലും പോകാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളും കേന്ദ്രീകരിച്ചുള്ള ഓരോ വ്യക്തികളിലേക്കും എത്തിയിട്ടുള്ള അന്വേഷണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് CCTV ക്യാമറകളും അതുപോലെ പൊതു ഇടങ്ങളിലെ ക്യാമറകളും ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും ഇവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു തെളിവ് വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. 3 കുട്ടികളെയും കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. എല്ലാ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്.